ഹായ് ഓൾ. അപ്പോൾ നമ്മൾ SSC JEയുടെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ റേറ്റിംഗ് ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് ഇൻ KVA ബിക്കോസ് എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ റീസൺ ആണ് ചോദ്യം. ഇതന്നെ ഒരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത് എന്നുള്ളത് KVAയിലാണ് അല്ലേ. ഇതിന് മുമ്പ് ഈ ഒരു SSCക്ക് ചോദിച്ചൊരു ചോദ്യം തന്നെയായിരുന്നു, ട്രാൻസ്ഫോമർ റേറ്റിംഗ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. അത് KVA ആണ്. പക്ഷേ ഈ ചോദ്യം അതല്ല അല്ലേ. ഈ ചോദ്യം അതല്ല. എന്താണ് അതിൻ്റെ റീസൺ ആണ്. ദ റേറ്റിംഗ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് ഇൻ KVA ബിക്കോസ് എന്നുള്ളതാണ്. അതിൻ്റെ റീസൺ ആണ് നമുക്കറിയേണ്ടത്. സോ അത് തന്നെ നമ്മൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ KVA എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മളൊന്ന് ആലോചിക്കണം എന്തുകൊണ്ടായിരിക്കും KVAയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ റീസൺ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസേഴ്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. സോ ട്രാൻസ്ഫോമർ റേറ്റിംഗ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ട്രാൻസ്ഫോമർ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ പവർ ഹാൻഡിൽ ചെയ്യാനുള്ള ട്രാൻസ്ഫോമറിൻ്റെ കേപ്പബിലിറ്റി വിതൗട്ട് ഓവർലോഡിങ്, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പവർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി, ട്രാൻസ്ഫർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഓവർ ഹീറ്റിംഗ് ഒന്നും ആവാത്ത രീതിയിൽ. സോ അവിടെ സ്വാഭാവികമായിട്ടും ട്രാൻസ്ഫോമർ ഹീറ്റാക്കുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? പ്രധാനമായിട്ടും 2 കാരണങ്ങളാണുള്ളത്. എന്താണ്? ഒന്ന് അയേൺ ലോസ് ആണ് അല്ലേ. ഒന്ന് അയേൺ ലോസ്. അതിനെ നമ്മൾ എന്ത് പറയാറുണ്ട്? അയേൺ ലോസിനെ തന്നെ നമ്മൾ കോർ ലോസ് എന്നും പറയാറുണ്ട് അല്ലേ. കോർ ലോസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയുണ്ട്? അതിൽ ഹിസ്റ്ററിസിസ് ലോസും ഉണ്ട്, അതേപോലെ തന്നെ എഡി കറണ്ട് ലോസും ഉണ്ട് അല്ലേ. റൈറ്റ്. നെക്സ്റ്റ് രണ്ടാമത്തേതെന്ന് പറയുന്നത് കോപ്പർ ലോസ് ആണ് അല്ലേ. രണ്ടാമത്തെന്ന് പറയുന്നത് കോപ്പർ ലോസ് ആണ്. ഇങ്ങനെ 2 ലോസസ് ആണുള്ളത്. ഈ അയേൺ ലോസ് അല്ലെങ്കിൽ കോർ ലോസ് എന്ന് പറയുന്നത് അതൊരു ഫിക്സഡ് ലോസ് ആണ് കേട്ടോ. ഇതൊരു ഫിക്സഡ് ലോസ് ആണ്. ഫിക്സഡ് ആണ്. ഇത് വേരിയബിൾ ലോസ് ആണ് കേട്ടോ. ഇത് വേരിയബിൾ ലോസ് ആണ്. ഓക്കെ, റൈറ്റ്. ഈ അയൺ ലോസ് ഉണ്ടല്ലോ, ഈ അയൺ ലോസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് വോൾട്ടേജിനെയാണ് കേട്ടോ. അയൺ ലോസ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ വോൾട്ടേജ്. അയൺ ലോസ് ഈസ് ഡിപ്പെൻഡ് ഓൺ വോൾട്ടേജ്. അതേപോലെ കോപ്പർ ലോസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? കോപ്പർ ലോസ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? അത് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. And both this iron loss and copper loss both are independent of this. Iron loss and copper loss are independent of power factor ആണ് കേട്ടോ. Both are independent of power factor. പവർ ഫാക്ടറിന് ഇവർ രണ്ടുപേരും എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ളതാണ്. സോ അവിടെ തന്നെ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ആക്റ്റീവ് പവറിൻ്റെ ഇക്വേഷൻ എന്താ? KW എന്ന് പറഞ്ഞാൽ VI cos phi ആണ് അല്ലേ. VI cos phi ഡിവൈഡഡ് ബൈ 1000 ആണ് അല്ലേ. VI cos phi ഡിവൈഡഡ് ബൈ 1000 ആണ് വരിക. പക്ഷേ ഇവിടെ പവർ ഫാക്ടറിന് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ട് തന്നെ കോസ് പൈ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് പറയുന്ന സമയത്ത് VI ഡിവൈഡഡ് ബൈ 1000 അല്ലേ. VI ഡിവൈഡഡ് ബൈ 1000, അതായത് KVAയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് അതിൻ്റെ റേറ്റിംഗ്, ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സോ ക്ലിയർ ആണല്ലോ, ഈ ഒരു പോയിന്റ് ക്ലിയർ ആണല്ലോ. ഇവിടുന്ന് 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്, 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഒന്ന്, ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, KVAയിലാണ്. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് KVAയിൽ എക്സ്പ്രസ് ചെയ്യാൻ കാരണം? റീസൺ ഇതാണ്, വോൾട്ടേജും കറണ്ടും, അയൺ ലോസ് ആണെങ്കിലും ശരി, കോപ്പർ ലോസ് ആണെങ്കിലും ശരി, അത് ഇൻഡിപെൻഡൻ്റ് ഓഫ് പവർ ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മൾ VI എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് KVA ആണ് അതിൻ്റെ യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയാറുള്ളത്. സോ അത് ഓർത്തിരിക്കാം. പിന്നെ അയൺ ലോസ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ലോസ് ആണ്. കോപ്പർ ലോസ് എന്ന് പറയുന്നത് എന്താണ്, അതൊരു വേരിയബിൾ ലോസ് ആണ്. അയൺ ലോസിൽ എന്തൊക്കെയുണ്ട്, എഡി കറണ്ട് ലോസും അതേപോലെ തന്നെ ഹിസ്റ്ററിസിസ് ലോസും ഉണ്ട് അല്ലേ. സോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് കൂടി പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. റൈറ്റ്, നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യന് ഒരു പ്രോബ്ലം ആണ്. ഇൻ എ ട്രാൻസ്ഫോമർ ദ കോർ ലോസ് ഈസ് 100 വാട്ട് അറ്റ് 40 ഹെർട്സ്. കോർ ലോസ് എത്രയാണ്? 100 വാട്ട് അറ്റ് 40 ഹെർട്സ് ആൻഡ് 72 വാട്ട്സ് അറ്റ് 30 ഹെർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 100 വാട്ട് അറ്റ് 40 ഹെർട്സ് ഫ്രീക്വൻസിയിലാണ് പറഞ്ഞിരിക്കുന്നത്, 72 വാട്ട് അറ്റ് 30 ഹെർട്സിൽ. ദെൻ ദ എഡി കറണ്ട് ആൻഡ് ഹിസ്റ്ററിസിസ് ലോസ് അറ്റ് 50 ഹെർട്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എഡി കറണ്ടും ഹിസ്റ്ററിസിസ് ലോസും ഏത് ഇതിലാണ്, ഫ്രീക്വൻസിയിലാണ് ചോദിച്ചിരിക്കുന്നത്? 50 ഹെർട്സിൽ എന്തായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം, നമ്മുടെ ഈ ഒരു ട്രാൻസ്ഫോമറിലെ കോർ ലോസ് എന്ന് പറയുന്നത് 2 ആൾക്കാരാണ് ഉണ്ടാക്കുന്നത് അല്ലേ. കോർ ലോസ് 2 ആൾക്കാരാണ് ഉണ്ടാക്കുന്നത്. കോർ ലോസ് അല്ലെങ്കിൽ അയൺ ലോസ് എന്ന് പറയുന്നത് 2 ആൾക്കാരാണ് ഉണ്ടാക്കുന്നത്.
എന്തൊക്കെയാണ്? എഡി കറണ്ട് ലോസും അതേപോലെ തന്നെ ഹിസ്റ്റെറിസിസ് ലോസും. ഈ രണ്ടാൾക്കാരാണ് കോർ ലോസിന് കാരണം അല്ലേ? അപ്പോൾ നമുക്കിത് രണ്ടിൻ്റെയും ഇക്വേഷൻസുകൾ നോക്കി നോക്കാം. എഡി കറണ്ട് ലോസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പി ഇ ഇസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് കെ ഇ ഇൻറ്റു എഫ് സ്ക്വയർ ഇൻറ്റു ബി മാക്സ് സ്ക്വയർ ഇൻറ്റു ടി സ്ക്വയർ വി വാട്ട്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, ഇതെന്തുള്ളതാണ്? എഡി കറണ്ട് ലോസ് കാണാനുള്ള ഇക്വേഷനാണ്. അതേപോലെ തന്നെ ഹിസ്റ്റെറിസിസ് ലോസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഹിസ്റ്റെറിസിസ് ലോസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സം കോൺസ്റ്റൻറ്റ് കെ എച്ച് ഇൻറ്റു എഫ് ഇൻറ്റു ബി മാക്സ് റേസ് ടു 1.6 ഇൻറ്റു ബി മാക്സ് റേസ് ടു 1.6 ഇൻറ്റു വി വാട്ട്സ് ആയിരിക്കും എന്ത് വരുന്നുണ്ടാവുക? ഹിസ്റ്റെറിസിസ് ലോസ് കാണാനുള്ള ഇക്വേഷനാണ്. സോ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ക്വസ്റ്റിൽ ആകെ പറഞ്ഞിരിക്കുന്നത് ഫ്രീക്വൻസിയെക്കുറിച്ച് മാത്രമാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൽ നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത് ഫ്രീക്വൻസിയെക്കുറിച്ച് മാത്രമാണ് ഈ ക്വസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ക്വസ്റ്റിനകത്ത് ഫ്രീക്വൻസിയെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള ആൾക്കാരെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് കാണാം കേട്ടോ. ഇതെല്ലാത്തിനും ഒരു കോൺസ്റ്റൻ്റ് ആക്കി ഞാൻ എ എന്ന് പറയാണ്. സോ പി ഇ ഇസ് ഈക്വൽ ടു ഞാൻ എങ്ങനെ എടുക്കാൻ പോകുന്നത്? എ ഇൻറ്റു എഫ് സ്ക്വയറിന് എടുക്കാൻ പോവുകയാണ്. അതേപോലെ പി എച്ച് എന്ന് പറയുന്നതിൽ നമ്മൾ ഇതൊക്കെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യുകയാണ്? ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. അത് നമുക്ക് ബി എന്ന് എടുക്കാം അല്ലേ? സോ പി എച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? അനദർ കോൺസ്റ്റൻറ്റ് ബി ഇൻറ്റു എഫ് എന്ന് എടുക്കുകയാണ്. അനദർ കോൺസ്റ്റൻറ്റ് ബി ഇൻറ്റു എഫ്. സോ നമ്മുടെ അയൺ ലോസ് അഥവാ പി ഐ എന്ന് പറയുന്നത് എന്താ വരിക? പി ഐ ഈസ് ഈക്വൽ ടു നമുക്ക് പി ഇ പ്ലസ് പി എച്ച് എന്നല്ലേ വരിക? ദാറ്റ് ഈസ് എ എഫ് സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു എഫ് എന്ന് വന്നു. ഓക്കെ, ഇനി ഈ ക്വസ്റ്റിൽ തന്ന കണ്ടീഷൻ ഉപയോഗിച്ച് നമുക്കത് ഫൈൻഡ് ചെയ്യാം. എങ്ങനെന്താ ഈ ക്വസ്റ്റിൽ തന്നിരിക്കുന്ന കണ്ടീഷന്? 100 വാട്ട് അറ്റ് 40 ഹെഡ്സ് അല്ലേ? അപ്പോൾ 100 വാട്ട് ഞാൻ ഇതിന് 100 എന്ന് കൊടുക്കുകയാണ്. എത്രയാണ്? 40 ഹെഡ്സിൽ. 40 ഹെഡ്സ് എന്ന് പറയുമ്പോൾ 40 സ്ക്വയർ 1600 എ പ്ലസ് എന്താണ് 40 ബി എന്ന് വരും. 40 ബി. അതേപോലെ തന്നെ രണ്ടാമത്തെ കണ്ടീഷൻ 72 വാട്ട്സ് അറ്റ് 30 ഹെഡ്സ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 72 കൊടുക്കുക. 72 ദാറ്റ് ഈസ് ഈക്വൽ ടു 72 അറ്റ് 30 ഹെഡ്സ് അല്ലേ? 30 ഹെഡ്സ് എന്ന് പറയുമ്പോൾ 900 എ പ്ലസ് എത്രയാണ്? 30 ബി. നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്താൽ മതി അല്ലേ? രണ്ട് ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2. ഈ രണ്ട് ഇക്വേഷൻ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ സോൾവ് ചെയ്യുന്ന സമയത്ത് ഒന്ന് സിംപ്ലിഫൈ. ഞാൻ ഇവിടെ നിന്ന് സിംപ്ലിഫൈ ആണ്. എല്ലായിടത്തും ഒരു 0 കട്ട് ചെയ്യാം അല്ലേ? എല്ലായിടത്തും ഒരു 0 കട്ട് ചെയ്യാം. അങ്ങനെ 0 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? 10 ഈസ് ഈക്വൽ ടു 160A പ്ലസ് 4B. ഓക്കെ, അതേപോലെ ഇവിടെ നമുക്ക് 3 വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തൂടെ? 3 വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ 24 ഈസ് ഈക്വൽ ടു എന്താ വരിക? 3 വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 300A ഉണ്ടാവും അല്ലേ? 300A പ്ലസ് 30B നമ്മൾ 3 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 എന്നുണ്ടാവും അല്ലേ? 10B. സോ നമുക്ക് ഒന്നുകൂടി ഒന്ന് ചെറുതാക്കാമല്ലോ. ഇതിന് നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷൻ ഒന്നുകൂടി ഒന്ന് ചെറുതാക്കാം. 2 വെച്ചിട്ട് എല്ലാത്തിനും ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ 5 ഈസ് ഈക്വൽ എന്ത് കിട്ടും? 5 ഈസ് ഈക്വൽ ടു 80A പ്ലസ് 2B എന്ന് കിട്ടും. ഓക്കെ, 80A പ്ലസ് 2B. ഞാൻ ഇവിടെ 10 ആക്കുന്നതിന് വേണ്ടി ഇവിടെ ഇപ്പോൾ 10B എന്നല്ലേ ഉള്ളത്. അതുപോലെ ഇവിടെ നമുക്ക് 10B ആക്കി കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. സോ ഇതിന് 10B ആക്കുന്നതിന് വേണ്ടി ഞാൻ എല്ലാത്തിനെയും ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വന്നു? 25 ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് വന്നു? 400A പ്ലസ് എന്ത് വന്നു? 10B എന്ന് വന്നു അല്ലേ? ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 3. ഞാൻ ഇക്വേഷൻ 3യിൽ നിന്ന് ഇക്വേഷൻ 2 സബ്ട്രാക്ട് ചെയ്യാണ് കേട്ടോ. 3 - 2 എന്ന് ചെയ്യുകയാണേ. 3 - 2 നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 25 - 24 1 ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 400A എന്ന് 300A പോയാൽ എന്താണ്? 400A എന്ന് 300A പോയാൽ 100A ആണ് അല്ലേ? 100A ആണ്. അപ്പോൾ എൻ്റെ വാല്യൂ എന്ത് കിട്ടി? എൻ്റെ വാല്യൂ 1/100 എന്ന് കിട്ടും. A ഈസ് ഈക്വൽ ടു 1/100. ഓക്കെ, ക്ലിയർ ആണല്ലോ? എൻ്റെ വാല്യൂ 1/100. ഇനി നമുക്ക് ബീൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്താൽ മതി. നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഈ ഇക്വേഷനിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കാം. നമുക്ക് ബി ഞാൻ സെക്കൻഡിൽ കൊടുക്കുകയാണ്, ഈ 2ൽ കൊടുക്കുകയാണ്. ആ 2ൽ കൊടുക്കുക എന്നുണ്ടെങ്കിൽ 5 ഈസ് ഈക്വൽ ടു
എന്താണ് 80 ഇൻറ്റു എ അഥവാ 8/10 എന്നുണ്ടാവും അല്ലേ, 8/10 എന്നുണ്ടാവും. 0 കട്ടായി പോകും. 80/100 എന്നാണ് 0 കട്ടുന്നത്. 8/10 പ്ലസ് 2b എന്നല്ലേ ഉള്ളത്, പ്ലസ് 2b എന്നാണ് ഉള്ളത്. ഓർ 5 ഈസ് ഈക്വൽ ടു 4/5 അല്ലേ, 4/5 പ്ലസ് 2b ആണ്. ഇതിങ്ങോട്ട് എടുക്കുക, 5 മൈനസ് 4/5 എന്ന് എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 2b ആണ് അല്ലേ. 25 എന്ന് 4 പോയാൽ 25 എന്ന് 4 പോയാൽ 21/5 എന്ന് വരും അല്ലേ. 21/5 ഈക്വൽ ടു എന്താ കിട്ടുന്നത്, 2b ആണ്. ഓർ ബി ഈസ് ഈക്വൽ ടു എന്താ കിട്ടുന്നത്, 21/10 എന്ന് കിട്ടും. 21/10 എന്നാണ് കിട്ടുന്നത്. സോ നമുക്ക് എൻ്റെയും ബിൻ്റെയും വാല്യൂസ് കിട്ടിയിട്ടുണ്ട് അല്ലേ, എൻ്റെയും ബിൻ്റെയും വാല്യൂസ് കിട്ടി. നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? നിങ്ങളോട് കാണാൻ ചോദിച്ചിരിക്കുന്നത് എഡി കറണ്ട് ലോസും അതേപോലെ തന്നെ ഹിസ്റ്ററിസിസ് ലോസും ഏത് ഫ്രീക്വൻസിയിലാണ് കാണാൻ ചോദിച്ചിരിക്കുന്നത്, 50 ഹെർട്സിലാണ് കാണാൻ ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എഡി കറണ്ട് ലോസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എ ഇൻറ്റു എഫ് സ്ക്വയർ എന്നാണല്ലേ വരിക, എ ഇൻറ്റു എഫ് സ്ക്വയർ എന്നല്ലേ വരിക, എ ഇൻറ്റു എഫ് സ്ക്വയർ. സോ നമുക്കതൊന്ന് ഫൈൻഡ് ചെയ്ത് നോക്കാം. പി ഇ ഈസ് ഈക്വൽ ടു എ നമുക്ക് കിട്ടിയല്ലോ 1/100 ഇൻറ്റു ഏത് ഫ്രീക്വൻസിയിലാണ്, 50 ഹെർട്സിലല്ലേ. സോ 50ൻ്റെ സ്ക്വയർ എന്താണ്, 50ൻ്റെ അല്ലെങ്കിൽ 50 ഇൻറ്റു 50 എന്നത് അല്ലേ, 50 ഇൻറ്റു 50 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 ആയി, 50/2 നമുക്ക് എന്ത് കിട്ടി, 25 എന്ന് കിട്ടിട്ടോ. 25 ഇതുമ്പോൾ തന്നെ ആൻസർ കിട്ടിട്ടോ. നമ്മൾ 25 ഒരു ഓപ്ഷനിൽ മാത്രമല്ലേ വന്നിട്ടുള്ളൂ. യെസ്, അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ആൻസർ കിട്ടുകയാണ്. യുവർ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, 25 വാട്ട്. ശരിക്കേ നമ്മൾ എ ഫൈൻഡ് ചെയ്ത് ബി ഫൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു അല്ലേ, കാരണം എ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് എഡി കറണ്ട് ലോസ് കണ്ടുപിടിക്കാം. എഡി കറണ്ട് ലോസ് കണ്ടുപിടിച്ചാൽ തന്നെ ആൻസർ ആയി, കാരണം ബാക്കിയൊക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസുകളാണ് വന്നിട്ടുള്ളത്. സോ ഈ രീതിയിലാണ്, കുറച്ച് കാൽക്കുലേഷൻസ് വരുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ, ഓക്കെ അല്ലേ, റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The full load copper loss of a transformer is 1600 watts. At half load the copper loss will be എന്നുള്ളതാണ് ചോദ്യം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമുക്കറിയാം കോപ്പർ ലോസ് എന്ന് പറയുന്നത് അല്ലേ, കോപ്പർ ലോസ് എന്തിന് പ്രപ്പോർഷണൽ ആണ്, കോപ്പർ ലോസ് ഈസ് പ്രപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആണ് അല്ലേ. കോപ്പർ ലോസ് ഈസ് പ്രപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കോപ്പർ ലോസ് അറ്റ് ഫുൾ ലോഡ് നോക്കുകയാണെങ്കിൽ ഞാൻ പറയാണ്, കോപ്പർ ലോസ് അറ്റ് ഫുൾ ലോഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ സ്ക്വയർ എന്ന് എടുക്കാം അല്ലേ, ഐ സ്ക്വയർ. ദെൻ ഹാഫ് ലോഡിൽ I/2 എന്ന് എടുത്താൽ മതി അല്ലേ. ഹാഫ് ലോഡിൽ ഇപ്പം നമ്മൾ കോപ്പർ ലോസ് അറ്റ് ഹാഫ് ലോഡ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താണ്, I/2 എന്ന് എടുക്കാം അല്ലേ, I/2 സ്ക്വയർ എന്ന് എടുക്കാം, I/2 സ്ക്വയർ. അപ്പോൾ ഞാൻ ഇതൊന്ന് ഡിവൈഡ് ചെയ്യാമെന്ന് വിചാരിക്കാം, ഇതൊന്ന് ഡിവൈഡ് ചെയ്യാം. കോപ്പർ ലോസ് അറ്റ് ഹാഫ് ലോഡ് ഡിവൈഡഡ് ബൈ കോപ്പർ ലോസ് അറ്റ് ഫുൾ ലോഡ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരുന്നുണ്ടാവുക, I/2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഐ സ്ക്വയർ എന്ന് വരും അല്ലേ. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഐ സ്ക്വയർ ക്യാൻസൽ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇവിടെ 1/4 എന്നാണല്ലേ വരിക. നമുക്ക് ഇതങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പി ഹാഫ് ലോഡ് ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു പി ഫുൾ ലോഡ് എന്ന് കിട്ടും അല്ലേ. അങ്ങനെ ചെയ്യുമ്പോൾ 1/4 ഇൻറ്റു എന്താണ്, പി ഫുൾ ലോഡ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ, എത്രയാണ്, 1600 ആണല്ലേ. അപ്പോൾ നമ്മളിവിടെ 1600 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേമും ക്യാൻസലായി. അപ്പോൾ ഇതെന്ത് വരും, 400 എന്ന് വരും. സോ ദ ഫൈനൽ ആൻസർ വിൽ ബി 400 വാട്ട്സ് ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നുണ്ടാവുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആണോ, ഓക്കെ അല്ലേ, റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. A 22,000/11,000 volt 50 hertz single phase transformer having a negligible winding resistance operate from a variable voltage variable frequency supply such that V/F is a constant എന്നുള്ള രീതിയിലാണ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. which of the following option is correct about the range of frequency എന്നാണ്. അതിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഹിസ്റ്ററിസിസ് ലോസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ എഡി കറണ്ട് ലോസസും പറഞ്ഞിട്ടുണ്ട്. ഹിസ്റ്ററിസിസ് ലോസ് വേരി ആൻഡ് എഡി കറണ്ട് ലോസ് ആൻഡ് കോൺസ്റ്റന്റ് എഡി കറണ്ട് ലോസ് എന്നുള്ളതാണ്. അപ്പോൾ എഡി കറണ്ട് ലോസും ഹിസ്റ്ററിസിസ് ലോസും ഇതിൽ എങ്ങനെ ചേഞ്ച് സംഭവിക്കുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റിനകത്ത് എഡി കറണ്ട് ലോസിൻ്റെ ഇക്വേഷൻ, ഞാൻ ഓൾറെഡി ആ ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. എഡി കറണ്ട് ലോസ് എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു എന്തായിരിക്കും, എഫ് സ്ക്വയർ ഇൻറ്റു ബി മാക്സ് സ്ക്വയർ ആയിരിക്കും. അതേപോലെ തന്നെ ഹിസ്റ്ററിസിസ് ലോസ് എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷണൽ ആയിരിക്കും, ഹിസ്റ്ററിസിസ് ലോസ് എന്ന് പറയുന്നത് എഫ് ഇൻറ്റു ബി മാക്സ് റേസ് ടു 1.6 പ്രപ്പോർഷണൽ ആയിരിക്കും. നമുക്കറിയാവുന്ന കാര്യമാണ്. സോ ഈ ഒരു ക്വസ്റ്റിനകത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബി മാക്സിനെ കൂടി നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം. ഈ
Phi is proportional to എന്താണ്? Phi is proportional to, phi max is proportional to എന്താണ്? B max ആണ്. ഓക്കെ, phi max is proportional to എന്താണ്? B max ആണ്. അതേപോലെ തന്നെ V is proportional to, V is proportional to V is proportional to F into phi max എന്നറിയാം അല്ലേ? V is proportional to എന്തായിരിക്കും? F into phi max. അങ്ങനെയാണെങ്കിൽ V by F is proportional to എന്തായിരിക്കും? Phi max. V by F is proportional to phi max. ഇവിടെ എന്താണ് phi, V by F എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെന്ന് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. V by F is constant എന്ന് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ V by F എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ phi max എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലെങ്കിൽ B max എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് പറയാൻ പറ്റും? PE is proportional to എന്ത് പറയാം? PE is proportional to F square എന്ന് പറയാം. അതേപോലെ PH is proportional to frequency എന്ന് പറയാം. പ്രത്യേകം ആലോചിക്കുക, ഇത് ഈ ഒരു ക്വസ്റ്റ്യനിൽ മാത്രം അപ്ലിക്കബിൾ ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതാൻ പറ്റിയത്? ഇങ്ങനെ എഴുതാൻ പറ്റിയതിൻ്റെ കാരണം V by F കോൺസ്റ്റന്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അല്ലേ? സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ബോത്ത് എഡി കറണ്ട് ആൻഡ് ഹിസ്റ്ററിസിസ് ലോസ് ചേഞ്ചസ് വിത്ത് ഫ്രീക്വൻസി എന്നുള്ളതാണ് അല്ലേ? ബോത്ത് ഹിസ്റ്ററിസിസ് ലോസ് ആൻഡ് എഡി കറണ്ട് ലോസസ് വേരീസ് വിത്ത് ഫ്രീക്വൻസി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? റൈറ്റ്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു ഷുവർ ഷോർട്ട് സീരീസിൽ നമ്മൾ കുറച്ചധികം വീഡിയോസുകൾ ഇതിനോടകം വന്നു കഴിഞ്ഞിട്ടുണ്ടാകും. ക്വസ്റ്റ്യൻസുകൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. എല്ലാ സബ്ജക്റ്റിലുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അനാലിസിസും ഡിസ്കഷൻസും റിവിഷൻ സീരീസും ഒക്കെ അതിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.